നിങ്ങൾ ഹിജാമ ചെയ്യാൻ പോകുന്നവരാണോ? ചില ആളുകൾ അത് വെൽനെസ്സിൻ്റെ ഭാഗമായിട്ടും ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ സുന്നത്തിൻ്റെ ഭാഗമായിട്ടും ഹിജാമ ചെയ്യാറുണ്ട്. ആയുർവേദത്തിൽ ഇത് രക്തമോഷം എന്ന കാറ്റഗറിയിലാണ് ഹിജാമ വരുന്നത്. ഹിജാമ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ആണെങ്കിലും ചില കണ്ടീഷൻസിൽ നമുക്ക് ഹിജാമ ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി രക്തത്തിൻ്റെ അളവ് 9 താഴെയുള്ള ആളുകളിൽ ചില ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് ലൈക്ക് ഹീമോഫീലിയ, ത്രോംബോസൈറ്റോപീനിയ, അതേ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ കുറവുള്ള ആളുകളിൽ, പിന്നെ അതേപോലെ തന്നെ പ്രായമുള്ള ആളുകളിൽ, ചെറിയ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ, വളരെ ക്ഷീണിച്ചിരിക്കുന്ന ആളുകളിൽ, പിന്നെ സ്ത്രീകളിലാണെങ്കിൽ പ്രഗ്നൻസി ടൈമിലും അതേപോലെ തന്നെ മെൻസസ് ടൈമിലും ഒരിക്കലും ഹിജാമ ചെയ്യാൻ പാടില്ല. പിന്നെ ചില ഇൻഫെക്ഷൻസ് കണ്ടീഷൻ, എസ്പെഷ്യലി സ്കിന്നിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ, അതേപോലെ തന്നെ സോറിയാസിസ്, എക്സിമ പോലുള്ള കണ്ടീഷൻസിൽ ഒരിക്കലും ലീഷൻസിന് മുകളിൽ ഹിജാമ ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ ഷുഗറും പ്രമേഹം കൺട്രോൾ ഇല്ലാത്ത ആളുകളിലും ഹിജാമ ഒരിക്കലും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.